ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചിത്രവസ്ത്ര. പ്രൊക്രിയേറ്റ് ആപ്പ് മലയാളം ട്യൂട്ടോറിയൽ ചാനലായ ചിത്രവസ്ത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബ്രഷ് ക്രിയേഷൻ സീരീസിൽ ഒരു ബ്രഷ് പഠിക്കാം. ഫസ്റ്റ് ബ്രഷ് ഷെയ്ഡിങ് ബ്രഷ് ആയിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം കേട്ടോ. ഇത് സെക്കൻഡ് ബ്രഷാണ്, ബബിൾ ബ്രഷ്. അപ്പോൾ നമുക്കൊരു ബ്രഷ് ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കാം കേട്ടോ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ഞാനിവിടെ ഒരു സ്ക്വയർ ക്യാൻവാസ് ആണ് ഇതിനു വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ക്യാൻവാസ് എങ്ങനെ സെലക്ട് ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം കേട്ടോ. അപ്പോൾ ഈ ക്യാൻവാസിലേക്ക് ഞാനൊരു വലിയൊരു സർക്കിൾ വരയ്ക്കാൻ പോവുകയാണേ. ഷേപ്സ് എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് പഠിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ പഴയ വീഡിയോ കാണാൻ, ഷേപ്സ് വരയ്ക്കാൻ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു പോവുകയാണേ. ഞാനൊരു ഷേപ്പ് വരച്ചു കേട്ടോ. സെലക്ട് ചെയ്തിട്ട് ഒരു സർക്കിൾ വരച്ചു. അത് ഞാനിപ്പോൾ ഒരു ഇങ്ങനെ ആക്കി. എന്നിട്ട് ഈ ഒരു സർക്കിൾ ഞാൻ ബ്ലാക്ക് വെച്ച് ഫില്ല് ചെയ്തു കേട്ടോ. ഇത് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാണ്. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഈ ഒരു ലെയർ ഞാൻ ഇൻവേർട്ട് ചെയ്യാണ്. ഈ ഇൻവേർട്ട് ചെയ്ത ലെയർ ഉണ്ടല്ലോ, അതിൻ്റെ സൈസ് ഞാൻ ചെറുതായിട്ടൊന്ന് കുറയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഞാൻ കുറച്ചതിന് ശേഷം ഞാൻ ഈ ഒരു ലെയർ ഗോഷ്യൻ ബ്ലർ കൊടുക്കാൻ, അഡ്ജസ്റ്റ്മെൻറ്റിൽ ഗോഷ്യൻ ബ്ലർ. ഇത് പുതിയൊരു എഫക്റ്റ് ആണല്ലേ, അതിങ്ങനെ ബ്ലർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫക്റ്റാണ്. ഇത് ഞാനൊരു 14% വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഈ ലെയറിൻ്റെ മേലെ ഞാൻ വേറൊരു ലെയർ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ പോവുകയാണ്. ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ചാർക്കോൾ ബ്രഷ്, വൈൻ ചാർക്കോൾ എന്ന് പറഞ്ഞ ബ്രഷാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പം അതിൽ ഞാൻ ഹൈലൈറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, ഞാനിങ്ങനെ ഹൈലൈറ്റ് കൊടുത്തു. എന്നിട്ട് ഈ 3 ലെയേഴ്സും കൂടെ ഞാൻ കമ്പൈൻ ചെയ്യാണ് കേട്ടോ. കമ്പൈൻ ചെയ്തതിന് ശേഷം കമ്പൈൻ ചെയ്ത ഈ ലെയറിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ഈ ലെയർ ഞാൻ ഇൻവേർട്ട് ചെയ്തു. ഇൻവേർട്ട് ചെയ്തതിന് ശേഷം ആദ്യത്തെ ലെയറിലെ ആ ലെയർ ഞാൻ കോപ്പി ചെയ്യാണ് കേട്ടോ. അത് കോപ്പി ചെയ്തതിന് ശേഷം ഇതിൽ കുറച്ചധികം സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്താൽ മതി. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നും, പക്ഷെ പിന്നെ അത് എളുപ്പമാവും കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ബ്രഷിലേക്ക് പോവുക. ഇവിടെ ഞാൻ എൻ്റെ മൈ ബ്രഷ് എന്ന് പറഞ്ഞൊരു ബ്രഷ്, അത് ഞാൻ ഉണ്ടാക്കുന്ന ബ്രഷസാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യല്. ബബിൾ ബ്രഷ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചാണ് നമ്മൾ ആ ബ്രഷാണ് ഞാനിവിടെ എങ്ങനെ ക്രിയേറ്റ് ചെയ്തെന്ന് പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ മൈ ബ്രഷിൽ ഞാനൊരു ഒരു പ്ലസ് ഐക്കണില്ലേ, അത് ഞാൻ ക്ലിക്ക് ചെയ്തു. അതിൽ ക്രിയേറ്റ് ന്യൂ ബ്രഷ്. ഇതിൽ സ്ട്രോക്ക് പാത്തിൽ സ്പേസിങ് ഞാൻ നന്നാക്കുകയാണ് കേട്ടോ. സ്പേസിങ് വേണ്ട, 0. ഓക്കെ, സ്റ്റെബിലൈസേഷനിൽ എമൗണ്ട് ഒരു 32% വെച്ചു. പ്രഷർ ഒരു 46% വെച്ചു. ഓക്കെ, സ്റ്റെബിലൈസേഷൻ 34% വെച്ചു. ഓക്കെ, ദെൻ ഷേപ്പിലേക്ക് പോവുക. ഷേപ്പിൽ ഷേപ്പ് സോഴ്സ് എടുക്കുക, ഇമ്പോർട്ട് എടുക്കുക, പേസ്റ്റ്. ഓക്കെ, അടുത്തത് റെൻഡറിങ്ങിലേക്ക് പോവുക. അതിൽ ലൈറ്റ് ഗ്ലേസ് ആക്കുക. പിന്നെ ആപ്പിൾ പെൻസിലിലേക്ക് പോവുക. ആപ്പിൾ പെൻസിലിൽ സൈസ് മാക്സിമം ആക്കുക കേട്ടോ. ഒപ്പേസിറ്റി 0. പ്രോപ്പർട്ടീസിൽ പോവുക. സ്മഡ്ജ് പുൾ 75% ആക്കുക. മാക്സിമം സൈസ് അത് മാക്സിമം തന്നെ ആക്കുക. ബ്രഷ് ബിഹേവിയറിൽ മിനിമം സൈസ് ഒരു ഇവിടെ നമ്മൾ വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ മിനിമം സൈസ് ഒരു 20, ഇത്രയും കുറച്ച് വലുതല്ലേ രീതിയിൽ ഇങ്ങനെ ആക്കുക. ഓക്കെ, ഇതെല്ലാം സെറ്റാക്കി വെക്കുക. സെറ്റാക്കി വെക്കുമ്പോൾ ഇങ്ങനെ ഒരു പുതിയൊരു ബ്രഷ് കിട്ടിയില്ലേ, അതിനെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ലെയറിൽ പോവുക. അപ്പോൾ ഈ ലെയറല്ലേ നമ്മൾ കോപ്പി ചെയ്തത്,
രണ്ടാമത്തെ ഈ ലെയർ എടുക്കുക, അത് ഇത്തവണ കോപ്പി ചെയ്യുക. എന്നിട്ട് ബ്രഷിലേക്ക് തിരിച്ചു പോവുക. എന്നിട്ട് ഈ ബ്രഷ് എടുത്തിട്ട് അതിൽ ഷേപ്പിലേക്ക് പോയിട്ട് ഷേപ്പ് സോഴ്സ് എടുക്കുക, ഇമ്പോർട്ടിൽ പേസ്റ്റ്. ഓക്കെ, പേസ്റ്റ് ചെയ്യാം. അതിന് ശേഷം അപ്പം അത് വന്നു അല്ലേ. ഇനി ജസ്റ്റ് ഈ ഒരു താഴത്തെ ഈ ബ്രഷിൽ ഇതൊന്ന് ഇങ്ങോട്ടേക്ക് ഒരു മിനിറ്റ്, ഇങ്ങനെ ആക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് പുൾ ചെയ്യുമ്പം ഇവിടെ കമ്പൈൻ വരും. അത് കമ്പൈൻ ചെയ്യുക. അപ്പോൾ ഇത് കമ്പൈൻഡായി. അതെടുക്കുമ്പം ഇവിടെ രണ്ട് ഇങ്ങനെ കാണാം അല്ലേ, രണ്ട് ബ്രഷസ് ആയിട്ട്. ഇത് കമ്പൈൻ മോഡിൽ, ഇത് നോർമലിലുള്ളത് എന്താക്കുക, ഡിഫറൻസ്. നമുക്ക് കമ്പൈൻ മോഡ് ഡിഫറൻസിലേക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാ കണ്ടോ, ഈ ബ്രഷ് സെറ്റായിട്ടുണ്ട്. ഓക്കെ അല്ലേ. അപ്പം നമ്മുടെ ബ്രഷ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ലെയറിൽ ഇപ്പോൾ ഞാനിത് ജസ്റ്റ് ഹൈഡ് ചെയ്യാണ്. ബാക്ക്ഗ്രൗണ്ട് കളറ് ഞാനൊന്ന് ബ്ലാക്ക് കൊടുക്കുകയാണ്. ഈ ലെയറിൽ ഞാൻ എക്സ്ട്രാ വേറൊരു ലെയർ ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ, സോ ദിസ് ഈസ് ദി ബബിൾ ബ്രഷ്. കാണുന്നുണ്ടോ? അപ്പോൾ ഇതാണ് നമ്മുടെ ബബിൾ ബ്രഷ്. അപ്പോൾ എങ്ങനെ പുതിയൊരു ബ്രഷ് പ്രിപ്പയർ ചെയ്യാൻ പഠിച്ചല്ലോ അല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസിനായി ചിത്രവസ്ത്ര സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇനിയും ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസായി വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.